الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس أوصيكم إياي أولا بتقوى الله. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സഫർ മാസത്തിൻ്റെ അവസാനത്തിലാണ് നാം നിലകൊള്ളുന്നത്. സഫർ കഴിഞ്ഞാൽ നമ്മിലേക്ക് വരുന്നൊരു മാസം റബീഉൽ അവ്വലാണ്. പലപ്പോഴും റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് പല രൂപത്തിൽ നമ്മുടെ നാടുകളിൽ ചർച്ച നടക്കലുണ്ട്. പ്രവാചകൻ്റെ സ്നേഹത്തെക്കുറിച്ചും പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചും അത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലും പഠിപ്പിക്കാത്ത രൂപത്തിലും നിലകൊള്ളലുണ്ട്. എന്നാൽ വിശ്വാസികളെന്ന നിലക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പ്രവാചകൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ശങ്ക പോലുമില്ലാതെ മറുപടി പറയാൻ സാധിക്കേണ്ടവരാണ്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൻ്റെ അധ്യാപനങ്ങളിൽ വായിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കടന്നു വരുന്നുണ്ട്. വഅൻദിർ അശീറത്തൽ അഖറബീൻ, നിന്റെ കുടുംബക്കാരെ നേരായ പാതയിലേക്ക് ക്ഷണിച്ചുകൊള്ളണം, അവരെ ഉത്ബോധിപ്പിക്കണമെന്ന ആ ഒരു പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ശിരസാ വഹിച്ചുകൊണ്ട് സഫാ കുന്നിൻ്റെ മുകളിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുന്നുണ്ട്. ആ സഫാ കുന്നിൻ്റെ മുകളിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജസീറത്തുൽ അറബിലെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യത്യസ്ത ഗോത്രങ്ങളെ വിളിക്കുന്നുണ്ട്. യാ ബനി ഫിഹർ, യാ ബനി അദിയ്, അങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അറഅയ്തുക്കും ലൗ അഖ്ബർതുക്കും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും. ഈ മലയുടെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രിയപ്പെട്ടവരെ, അവരുടെ മറുപടി എന്നുള്ളത്
ഖാലൂ നഅം. അന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചവരെല്ലാം അവിടെയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദിവ്യബോധനം കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നവരെല്ലാം അവിടെയുള്ളത് പച്ച അവിശ്വാസികളാണ്. ഈ അവിശ്വാസികളോടാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഈ മലയുടെ പിറകിൽ നിന്നൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു വിശ്വസിക്കും റസൂലേ. എന്നിട്ട് അവർ പറയുന്നൊരു വാചകം കൂടിയുണ്ട്, മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖാ. റസൂലേ, നിങ്ങൾ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ പരിചയത്തിലില്ല. ആ 40 വയസ്സ് വരെ അൽ അമീനായ വിശ്വസ്തനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞതായിട്ട് പ്രവാചകരെ മുഹമ്മദേ ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അവരത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നു. പിന്നെയാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ്, എന്നാൽ അതികഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അബൂലഹബ് പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന. മുഹമ്മദേ, നിനക്ക് നാശമുണ്ട്. ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ആ വാചകവും പറഞ്ഞ് അബൂലഹബ് തിരിഞ്ഞുപോയി. ആ സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മസദ് അല്ലെങ്കിൽ സൂറത്തു തബ്ബത്ത് അല്ലെങ്കിൽ സൂറത്തു അൽ ലഹബ് എന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സൂറത്തുൽ മസദ് അവതരിച്ചത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിൻ്റെ ഇരുകൈകളും നശിക്കട്ടെ. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സമ്പത്തും അവൻ്റെ എല്ലാം അവന് ഉപയോഗപ്പെടാതിരിക്കട്ടെ എന്ന റഹ്മാനായ റബ്ബിൻ്റെ ആ വാചകം. ഏറെ പ്രതിസന്ധിയിലൂടെയായിരുന്നു അബൂലഹബും അബൂലഹബിൻ്റെ കുടുംബവും കടന്നുപോയത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മകനെ സിംഹം പിടിക്കുന്നുണ്ട്. വസൂരി ബാധിച്ച് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ പ്രയാസപ്പെട്ട ആളുകൾ പോലും അടുത്തേക്ക് വരാത്ത അവസ്ഥയടക്കം ഉണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പം ഇവിടെ ആ ഖുറൈശികൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഓരോ വ്യക്തികളുടെയും പ്രഖ്യാപനമായിരുന്നു, ഞങ്ങളുടെ മുഹമ്മദ് കളവ് പറഞ്ഞിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു വിശ്വാസിയാകുന്നതിന് മുമ്പ് ഹിർക്കൽ രാജാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഹിർക്കൽ രാജാവ് ചോദിച്ചു, ഫഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബി ഖബ്ല അൻ യഖൂല. ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നൊക്കെ പറയുന്നതിന് മുമ്പേ നിങ്ങളോട് വല്ല കളവുകളും അല്ലെങ്കിൽ അദ്ദേഹം കള്ളനാണ്, കള്ളവാചകങ്ങൾ പറയുന്നവനാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നു? അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് പറഞ്ഞു, ഖുൽതുല, ഇല്ല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഇതുവരെ ഒരു കളവും പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് ഇതുവരെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മോശമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് അബൂ സുഫിയാൻ ഹിർക്കൽ ഭരിച്ചിരുന്ന രാജാവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയെല്ലാം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമുണ്ട് സൂറത്തുൽ അഹ്സാബിൻ്റെ 21-ാമത്തെ വചനത്തിലൂടെ. എന്തായിരുന്നു ആയത്ത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ആ ഉദാത്തമായ മാതൃക ആർക്കാണ് ഉണ്ടാവുക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. നാളെ പാരത്രിക ലോകം ഉദ്ദേശിച്ച് പ്രതീക്ഷിച്ച് ജീവിതത്തെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നവരാരാണോ അവർക്ക് ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം, ആദിഹിൽ ആയത്തുൽ കരീമ അസ്ലുൻ കബീറുൻ. ഈ ആയത്ത് എന്നുള്ളത് ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. എന്തിന്? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണം, മാതൃകയാക്കണം എന്നുള്ളതിന് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ അഹ്വാലിഹി. ജീവിതത്തിൻ്റെ ഏതെല്ലാം അവസ്ഥകളുണ്ടോ, ഏതെല്ലാം മേഖലകളുണ്ടോ
ജീവിതത്തിൻ്റെ ഏതേത് മൈന്യൂട്ടായിട്ടുള്ള എന്തെന്ത് പ്രതിസന്ധികളുണ്ടോ അവിടെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത നിലപാടുകളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അക്വാലുകളെ പിൻപറ്റാൻ, റസൂലുള്ളാഹിൻ്റെ അഫ്ആലുകളെ, പ്രവർത്തനങ്ങളെ പിൻപറ്റാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രംഗത്തും കാഴ്ചവെച്ച മാതൃകായോഗ്യമായ ആ സുന്ദരമായ കാഴ്ചകളെ പിൻപറ്റാൻ വിശ്വാസിക്ക് ഈ ആയത്ത് പ്രചോദനമാണ്, പ്രേരകമാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഹദീസുകളിൽ കാണാം. പുറത്തിറങ്ങാത്ത കന്യകകളെപ്പോലെ അള്ളാഹുവിൻ്റെ റസൂലിന് ലജ്ജയുണ്ടായിരുന്നു. ഒരു കന്യകയുടെ ലജ്ജ, ആ ഒരു കന്യകയുടെ ലജ്ജ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹയാ ഉള്ള വ്യക്തിയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അഹ്സനന്നാസി വജ്ഹൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മുഖഭംഗിയുള്ള വ്യക്തിയാ അള്ളാഹുവിൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാത്രമാണോ പ്രിയപ്പെട്ടവരെ, വഹ്സനഹു ഖുൽഖാ, ഏറ്റവും സുന്ദരമായ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്രയും മനോഹരമായ പ്രയോഗത്തിൽ ഓരോ ചരിത്രങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ അനസ് റളിയല്ലാഹു തആല അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ചെറിയ പ്രായം മുതൽ ഖിദ്മത്ത് ചെയ്തിരുന്ന സേവകനായി നിലകൊണ്ടിരുന്ന സഹാബി വര്യനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് ഖദംതുഹു 9 സിനീൻ, 9 വർഷത്തോളം എൻ്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സേവന പാതയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, അതല്ല എങ്കിൽ ഒരു കാര്യം ഞാൻ ഉപേക്ഷ വരുത്തിയാൽ, ലിമ ഫഅൽത കദാ വകദാ ഹല്ല ഫഅൽത കദാ വകദാ, എന്തുകൊണ്ട് അനസേ നീ ഇത് ചെയ്തില്ല, എന്താ നീ ഇത് ഇങ്ങനെ ചെയ്തത് എന്നുള്ള വർത്തമാനം 9 വർഷത്തിനിടയ്ക്ക് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാ അല്ലേ. എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തേ ഇത് ചെയ്യാതിരുന്നത്, അങ്ങനെയുള്ളൊരു വാക്ക് പോലും പ്രവാചകന്റെ പക്കൽ നിന്ന് കടന്നു വന്നിട്ടില്ല എന്ന് ആ പ്രവാചകന്റെ സുഹബത്തിന് വേണ്ടി കൊതിച്ച ആ സഹാബത്ത് പരിചയപ്പെടുത്തി തരുമ്പോൾ കഴിഞ്ഞോ, സ്വന്തം ഇണകളുടെ സാക്ഷ്യമെന്നുള്ളത് ചെറുതല്ല അല്ലേ. ഖൈറുക്കും ലി അഹ്ലിഹി എന്നാണ്. നിങ്ങളുടെ ഏറ്റവും ഉത്തമനാരാ? നിങ്ങളെ കുടുംബത്തിൽ നന്നായവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ആ ഇണകളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത എത്ര ചരിത്രങ്ങളുണ്ടെന്നറിയോ? പ്രവാചക പത്നിമാരോട് ചോദിക്കുന്നുണ്ട്. സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഫഖുൽതു യാ ഉമ്മുൽ മുഅ്മിനീനോട് ഞാൻ ചോദിച്ചു, അംബിഇനി അൻ ഖുൽഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം, എനിക്കൊന്ന് പറഞ്ഞു തരണം. അവർ ചോദിച്ചത് ഈ സഹാബി വര്യനോട്, അലസ്ത തഖറഉൽ ഖുർആന, താങ്കൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയല്ലേ? ഖുൽതു ബലാ, തീർച്ചയായും ഞാൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്, ഫഇന്ന ഖുൽഖൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എന്നുള്ളത് കാനൽ ഖുർആൻ, അത് ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ഇണകളെ, നമ്മുടെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ നമ്മെക്കുറിച്ച് ഇത്ര സ്വഭാവ മഹിമയുള്ളവളാണെന്ന് പറയാൻ സാധിക്കുമോ? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാണ് അല്ലാഹുവിൻ്റെ റസൂലിന് ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സ്വന്തം ഇണകളാണ് പ്രിയപ്പെട്ടവരെ ആ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, സഅൽതു ആയിഷ,
റളിയല്ലാഹു തആല അൻഹ, മാ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി, അള്ളാഹിൻ്റെ റസൂല് വീട്ടിൽ വല്ലതും ചെയ്തു തരുമോ എന്നുള്ള ചോദ്യം. അള്ളാഹിൻ്റെ റസൂല് വീട്ടിൽ വല്ലതും സഹായിക്കുമോ എന്നുള്ള ചോദ്യം. ഉമ്മ പറഞ്ഞ മറുപടി കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ കുടുംബത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിൽ വ്യാപൃതനാണ്. തഅനി ഖിദ്മത അഹ്ലിഹി, സേവകനായിട്ട് പ്രവാചകൻ ഉണ്ടാകും. ഫഇദാ ഹളറത്തിസ്സലാ, നമസ്കാരത്തിൻ്റെ സമയമായാൽ ഖറജ ഇലസ്സലാത്ത്, റസൂലുള്ളാഹ് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമസ്കാരത്തിൻ്റെ സമയമായാൽ റസൂലുള്ളാഹ് നമസ്കരിക്കാൻ വേണ്ടി പോകും. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓരോ ദിക്റുകളും ദുആകളും എല്ലാം കഴിഞ്ഞ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഴുവൻ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകും. സലാം പറയും, കുശലാന്വേഷണങ്ങൾ നടത്തും, നല്ല വാചകങ്ങൾ പറയും, സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കും. എന്നിട്ട് അന്നത്തെ ഊഴ എവിടെയാണോ അവിടെയായിരിക്കും പ്രവാചകൻ്റെ സഹവാസം എന്നുള്ളതാണ്. ഇത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെപ്പറ്റി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രയെത്ര സഹാബ വനിതകളാണെന്നറിയോ? റസൂലുള്ളാഹി സഹാബ പ്രവാചകൻ്റെ പത്നിമാരാണ് പ്രവാചകനെ ഇത്രയേറെ സുന്ദരമായ രൂപത്തിൽ വിശേഷിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിഫു നഅലഹു, ചെരുപ്പ് ഇങ്ങനെ തുന്നിച്ചേർക്കും, വയഹീതു സൗബഹു, വസ്ത്രം തുന്നും അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു, വയഅമലു ഫീ ബൈതിഹി കമാ യഅമലു അഹദുക്കും ഫീ ബൈതിഹി, ഒരു വീട്ടിലുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ അല്ലാഹുവിൻ്റെ റസൂലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുമെന്നുള്ളതാണ്. ഇത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വന്തം ഇണകളാണ് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തി. അത്രയും സ്വഭാവം മഹിമയുള്ള വ്യക്തിത്വമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പരുക്കമായി പെരുമാറിയവരോട് പോലും പുഞ്ചിരിച്ച മുഖത്തോടെ പ്രതികാരം ചെയ്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാ, കുൻതു അംശി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോടൊപ്പം നടക്കായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിട്ടുള്ള നജ്റാനിൽ നിന്ന് നെയ്തെടുത്ത ഒരു പുതപ്പ, അത് കുറച്ച് പരിപരിക്കണ്ട്. ഒരു അറാബിയെ കണ്ടുമുട്ടി. ഫജദബഹു ജദ്ബതൻ ശദീദ, ആ അറാബി ആ പുതപ്പ് പെട്ടെന്നാണ് വലിച്ചു. ആ പുതപ്പ് പെട്ടെന്നാണ് വലിച്ചു. ഹത്താ നളർതു ഇലാ സുഫ്ഹതി ആതിഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രത്തോളം എന്നറിയോ? ഞാൻ പ്രവാചകന്റെ ആ പാർശ്വഭാഗത്തേക്ക്, ആ മുതുകിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോ ഖദ് അസ്സറത് ബിഹി ഹാശിയത്തുർ റദാ, ഹാശിയത്തുർ റിദാ, ആ പുതപ്പിൻ്റെ പാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിപരിക്കുള്ള പുതപ്പ, റസൂലുള്ളാഹിന്റെ മേനി ചുവന്നിട്ടുണ്ട്. എന്നിട്ട് ആ വ്യക്തി കൽപ്പിക്കുകയാണ്, മുർലി മിൻ മാലില്ല അല്ലദീ ഇൻദക, അല്ലാഹുവിൻ്റെ ധനം താങ്കളുടെ അടുത്തുള്ളത് എനിക്ക് തരണം. വരിച്ചിട്ട് ആ പുതപ്പണ് വരിച്ച് മുറിവ് വരുത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? എനിക്ക് പൈസ വേണം. നമ്മുടെ നാടൻ ഭാഷയിൽ പറയണേ, എനിക്ക് പൈസ വേണം. അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഇതെന്നറിയോ? ഫൽതഫത, അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞു നോക്കി. ഫളഹിക, റസൂലുള്ളാഹി പുഞ്ചിരിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് പുഞ്ചിരിച്ചു. ഇത് കടങ്കഥകളല്ല, പഴഞ്ചൊല്ലുകളല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒപ്പിയെടുത്ത സഹാബത്ത് പഠിപ്പിക്കുകയാണ്. റസൂലുള്ള പുഞ്ചിരിക്കുകയാണ്. സുമ്മ അമറ ലഹു ബിഅതാ, ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കൊടുക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം, കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പ്രവാചകനോട് പരിക്കമായി പെരുമാറിയവരോട് പോലും പ്രിയപ്പെട്ടവരെ സ്നേഹ സംഭാഷണത്തിലൂടെയാണ് പ്രവാചകൻ തിരിച്ച് പെരുമാറിയത്. റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്നവരോട് റസൂലുള്ള സൗമ്യമായിട്ടാണ് പെരുമാറിയത്. സുമാമബ്ദുനു ഉസാൽ, അള്ളാഹിൻ്റെ റസൂലിനെ കൊല്ലണമെന്ന് തീരുമാനമെടുത്ത് വന്ന വ്യക്തിയ സുമാമ, യമാമയുടെ അധിപൻ സുമാമ. അങ്ങനെ സുമാമ സഹാബത്ത് പിടികൂടുന്നുണ്ട്. അങ്ങനെ അള്ളാഹിൻ്റെ പള്ളിയിൽ കെട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ സുമാമക്ക് കൊടുത്തു.
സുമാമയുടെ ആഗ്രഹം മുഹമ്മദിനെ കൊല്ലണം തന്നെ, മുഹമ്മദിനെ കൊല്ലണം. പക്ഷെ ബന്ദിയാക്കിയപ്പോൾ സുമാമ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ പറയുന്നുണ്ട്. സമ്പത്ത് വേണോ? ഞാൻ തരാം, എന്നെ ഒഴിവാക്കി തരണം. എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്നെ ഒഴിവാക്കി തരണം. അതാണ് റസൂലിൻ്റെ ഒറ്റ ചോദ്യം, എന്തൊക്കെയാ സുമാമ? സുമാമ നിന്റെ തീരുമാനം എന്താ? സുമാമ നിന്റെ തീരുമാനം എന്താണ്? ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും സുമാമയുടെ സ്വഭാവത്തിന് മാറ്റമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെള്ളയെടുത്തും വെച്ച് കണ്ടാൽ കൊല്ലണമെന്ന് അരിശം വെച്ച് നടന്ന ആ സുമാമയോട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമയെ വിട്ടയക്കണം, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ്. ഇത് സുമാമക്ക് വല്ലാത്തൊരു മാനസികമായിട്ടുള്ള വലിയൊരു പ്രചോദനം, വലിയൊരു തിരിച്ചുവരവാണ് ആ പ്രവാചകൻ്റെ പെരുമാറ്റത്തിലൂടെ സുമാമക്ക് കിട്ടിയത്. കാരണം പ്രവാചകനെ കൊല്ലണം എന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയെ സ്വഹാബത്ത് പിടിക്കുകയാണ്. അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട, ചെയ്യണ്ട, വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഷഹാദത്ത് വിഷയം പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ഒന്നും അംഗീകരിക്കാൻ സുമാമ തയ്യാറായില്ല. സുമാമ കുളിച്ചു പോയി വന്നിട്ട് അല്ലേ സുമാമ ഷഹാദത്ത് ചെല്ലുന്നുണ്ട്. സുമാമ ഷഹാദത്ത് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. യാ മുഹമ്മദേ വല്ലാഹി മാ കാന അലൽ അർളി വജ്ഹു അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക. അല്ലാഹു ആണ് ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം മുഹമ്മദേ നിന്റെ മുഖമായിരുന്നു. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി കുല്ലിഹാ ഇലയ്യ. ഇന്ന് എനിക്കെല്ലാ മുഖങ്ങളെക്കാളും പ്രവാചകരെ താങ്കളുടെ മുഖമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് സുമാമ പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്. എന്തേതിന് കാരണമായത്? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പെരുമാറ്റമായിരുന്നു. കഴിഞ്ഞോ? സുമാമയുടെ വാക്ക് കഴിഞ്ഞോ? വല്ലാഹി മാ കാന മിൻ ദീനി അബ്ഗള ഇലയ്യ മിൻ ദീനിക. നിന്റെ മതമാണ്, നിന്റെ പ്രത്യയ ശാസ്ത്രമാണ് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഫഅസ്ബഹ ദീനുക അഹബ്ബ ദീനി കുല്ലിഹി ഇലൈഹാ ഇലയ്യ. ഈ ലോകത്തുള്ള മുഴുവൻ മതങ്ങളെക്കാളും മുഹമ്മദേ നിന്റെ മതമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. സുമാമ പ്രിയപ്പെട്ടവരെ പറയാ, വീണ്ടും ഒരു വാചകം പറയുന്നുണ്ട്, വല്ലാഹി മാ കാന മിൻ ബലദി അബ്ഗള ഇലയ്യ മിൻ ബലദിക. നിന്റെ ഈ നാടുണ്ടല്ലോ, ആ നാടാണ് എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന നാട്. എന്നാൽ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് അഹബ്ബൽ ബിലാദി കുല്ലിഹാ ഇലയ്യ. എല്ലാ നാടുകളെക്കാൾ ഈ നാടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിന് കാരണമായത് എന്താ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകായോഗ്യമായിട്ടുള്ള ആ തീരുമാനങ്ങളും ആ ദിവസങ്ങളിലുള്ള പ്രവാചകൻ്റെ ഇടപെടലുകളുമായിരുന്നു അല്ലേ? നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മോട് മുഖം വീർപ്പിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് എത്ര ആളുകൾ വേദനകൾ കടിച്ചമർത്തി ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വെറ്റാത്ത എത്ര കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള നമുക്കെങ്ങനെയാ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് പറയാൻ കഴിയുക? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്ത് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഈ പ്രവാചകൻ്റെ മാതൃകകൾ പിൻപറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ എത്ര നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലുടനീളം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അക്വാലുകൾ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അഫ്ആലുകൾ, റസൂലുള്ളാഹിൻ്റെ തക്രീറാത്തുകൾ, റസൂലുള്ളാഹി ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസു ഉസികും യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ
ജീവിതത്തിലെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മേഖലയിലും മാതൃകായോഗ്യനായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയത്. ഇന്ന് നാം ഈ ദുനിയവിയായി പലരെയും റോൾ മോഡലാക്കി, പലരെയും മാതൃകയാക്കി, വസ്ത്രത്തിലും വേഷത്തിലും സംസ്കാരത്തിലും സംസാരത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ പലരെയും നാം റോൾ മോഡലാക്കലുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാതൃകായോഗ്യരാണെങ്കിൽ മറ്റൊരു മേഖലയിൽ പുഴുക്കുത്തരിക്കുന്ന അവസ്ഥകളാണ് അവർക്കുണ്ടായത് അല്ലെങ്കിൽ അവരിലുള്ളത് എന്ന് നമുക്ക് തന്നെ അറിയാം. എന്നാൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതേത് മേഖലയെടുത്താലും അവിടെ 100-ൽ 100 എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയുടെ വിഷയത്തിലുള്ള ശ്രദ്ധയും താല്പര്യവും എന്തായിരുന്നു? പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാ, അള്ളാഹിൻ്റെ റസൂലിനെ അല്ലാഹു തിരഞ്ഞെടുത്തതാ. ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയുടെ കണിശത ഹദീസുകളിൽ കാണാൻ കഴിയുമല്ലോ. റസൂലുള്ളാഹി രാത്രി നിന്ന് നമസ്കരിക്കുകയാണ്. കാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ തതഫത്തറത് ഖദമ, റസൂലുള്ളാഹിൻ്റെ കാലിൽ നീര് വരുമാർ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക. ആയിഷ ബീവി ചോദിച്ചു, റസൂലേ നിങ്ങൾ എന്തിനാ റസൂൽ എത്ര പ്രയാസപ്പെടുന്നത്? ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, റസൂലേ വന്നുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും താങ്കൾക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. എന്തിനാണ് റസൂലേ താങ്കൾ ഇത്ര പ്രയാസപ്പെടുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ് പ്രിയപ്പെട്ടവരെ? അഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ നന്ദിയുള്ളൊരു അടിമയായിട്ട് എൻ്റെ റബ്ബിൻ്റെ അരികിലേക്ക് എനിക്ക് പോകണം, നന്ദിയുള്ളൊരു അടിമയായി മാറണ്ടേ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ കാലിൽ നീര് വരുമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ് അല്ലേ. റസൂലുള്ളാഹിൻ്റെ 20-ൽ അല്ല, റസൂലുള്ളാഹിൻ്റെ 16-ലല്ല, റസൂലുള്ളാഹിൻ്റെ 30-കളിലും അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത് തന്നെ 40-ാമത്തെ വയസ്സിലാണ്. ആ 23 വർഷക്കാലത്തെ ജീവിതമാണ് ഈ ചരിത്രങ്ങളിലൂടെയൊക്കെ നാം മനസ്സിലാക്കിയത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ, ആ സഹാബത്ത് സ്നേഹിച്ച രീതികളും മറ്റുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി ശരീരം കൊണ്ട് നമ്മോടൊപ്പമല്ല, അള്ളാഹുവിൻ്റെ റസൂല് ബാക്കി വെച്ച സുന്ദരമായ ദീനുൽ ഇസ്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതിനെ സ്നേഹിച്ചുകൊണ്ട്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിനെ ശിരസ്സാ വഹിച്ചുകൊണ്ട് ആ പ്രവാചകനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ നാം ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാദാനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ അല്ലാഹുവേ പരിഹാരമേകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ മുസ്ലിം ഉമ്മത്ത് ദുരിതം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ, ആ പ്രയാസങ്ങൾക്ക് പരിഹാരമേകി സാന്ത്വനമേകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർ, പണ്ഡിതന്മാർ പലരും ഖബറിലാണ്. ഖബറിനെ വിശാലമാക്കണേ അല്ലാ. അവരെ ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച മാതൃകായോഗ്യമായ ജീവിതം ജീവിക്കാൻ, പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നദാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയാ ഖാദിയൽ ഹജ്ജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.